നമസ്കാരം. ഇത് വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഉള്ളിലാലോചിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നതിൽ ആദ്യം തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. പിന്നെ സംസാരിക്കുക, നമ്മൾ പ്രിൻസിലൊക്കെ സംസാരിച്ചു. മെയിൻ ഞാനായിരുന്നല്ലോ, ഒറ്റ ദിവസം മെയിൻ ആള് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 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 മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ടെൻഷൻ ആയിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോ മാഷിനെ അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്, കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ ഇപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും, വാ വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചോണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്ങളിന് നന്ദി ഈ സിനിമയുടെ ഭാഗമാകാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയാനില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ചു കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതില് ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവനിങ്ങനെ പാടുന്നത്, എന്ത് ഓവറായിട്ടാണ് ഇവന് പാടുന്നത്, ഇവന് ഞാൻ ഒറ്റയ്ക്ക് പാടിയ പോലായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിന് ഒരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു കാണിച്ചു. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗർ ആണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോട്യൂൺ എന്താ അതിന്റെ പേരെന്താണ്, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള, മോശം എന്നെ ഉദ്ദേശിച്ചാണ്, ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ഇല്ല. ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ മകള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ
ഏതാ? അത് പഠിക്കൂ. സമയം എല്ലാരും പോയിട്ട് പോണം. അങ്ങനെ അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ, ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ കാണാൻ പോയോ? രഞ്ജിൻ, നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 27 20-20 തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പു തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാൻ തൊട്ടുമ്പോൾ തന്നോട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി വെച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ഞാൻ അയക്കാന്ന് സാറ് പറഞ്ഞപ്പോ സ്ക്രിപ്റ്റോ എന്തിന് അങ്കിൾ പറയുമ്പോ ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ ബന്ധം വെച്ചിട്ട് അതല്ലേ അത് അതെ സത്യമാണ്. അതെ 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 അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ അത് പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞ ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് അധികകാലം പോകുന്നതായിരിക്കണം. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല, അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലിനെ അവകാശപ്പെടുന്നത്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലുവിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിൽ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനൊക്കെയുള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.